ഹായ് ഫ്രണ്ട്സ്, HSC ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് മൊഡ്യൂൾ 1-ലെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സന്തുലിത ബലങ്ങളെ പറ്റിയും അസന്തുലിത ബലങ്ങളെ പറ്റിയുമാണ്. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫല ബലം അഥവാ പരിണത ബലം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ഫലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് സന്തുലിത ബലങ്ങളുടെ സവിശേഷത? ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. എന്താണ് അസന്തുലിത ബലങ്ങൾ? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്നാണ് പറയുന്നത്. അസന്തുലിത ബാഹ്യബലത്തിന് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും കഴിയും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ എല്ലാ ആന്തരിക ബലങ്ങളും സന്തുലിത ബലങ്ങളാണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലന നിയമങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം 3 ചലന നിയമങ്ങളാണുള്ളത്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിക്കാൻ ന്യൂട്ടനെ സഹായിച്ചത് ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരട്ടച്ചരിവ് പ്രതലങ്ങൾ ഉപയോഗിച്ചുള്ള ഗലീലിയോയുടെ പരീക്ഷണത്തെ പറ്റിയും അതിലൂടെ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളെ പറ്റിയുമാണ്. ഇരട്ടച്ചരിവ് പ്രതലങ്ങൾ ഉപയോഗിച്ചുള്ള ഗലീലിയോയുടെ പരീക്ഷണത്തിൻ്റെ ചിത്രങ്ങളാണ് ചുവടെ കൊടുക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? നിശ്ചലാവസ്ഥയിൽ നിന്ന് മുക്തമാക്കപ്പെട്ട ഒരു പന്ത് ഒന്നാമത്തെ ചരിവ് പ്രതലത്തിലൂടെ താഴേക്കുരുളുകയും രണ്ടാമത്തെ പ്രതലത്തിലൂടെ മുകളിലേക്ക് ഉരുണ്ട് കയറുകയും ചെയ്യുന്നു. ഈ 2 പ്രതലങ്ങളും മിനുസമുള്ളതായിരുന്നെങ്കിൽ, അതായത് മിനുസമുള്ളതാവുമ്പോൾ ഘർഷണബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മിനുസമുള്ള പ്രതലങ്ങളാണെങ്കിൽ രണ്ടാമത്തെ പ്രതലത്തിൽ പന്ത് എത്തിച്ചേരുന്ന ഉയരവും ആദ്യം പന്ത് സ്ഥിതി ചെയ്തിരുന്ന ഉയരവും ഏകദേശം തുല്യമായിരുന്നേനെ. ഘർഷണബലം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും. ഘർഷണബലം ഇല്ല എന്ന് സങ്കല്പിച്ചാൽ പന്ത് എത്തിച്ചേരുന്ന ഉയരവും തുടക്കത്തിൽ പന്ത് സ്ഥിതി ചെയ്ത ഉയരവും തുല്യമായിരിക്കും എന്ന് കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? രണ്ടാമത്തെ പ്രതലത്തിൻ്റെ ചരിവ് അല്പം കുറച്ചിട്ടുണ്ടല്ലേ? എന്നിരുന്നാലും പന്ത് അതേ ഉയരത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതേ ഉയരത്തിലേക്ക് എത്താൻ പന്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? അതായത് രണ്ടാമത്തെ പ്രതലത്തിൻ്റെ ചരിവ് 0 വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതലം തിരശ്ചീനമായി വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ സന്ദർഭത്തിൽ പന്ത് അനന്ത ദൂരത്തേക്ക് സഞ്ചരിക്കും. ഇത് ഒരു സാങ്കല്പിക സന്ദർഭമാണ്. പ്രായോഗികമായിട്ട് തിരശ്ചീന തലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പന്ത് കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം നിശ്ചലമായി തീരുമെന്ന് നമുക്കറിയാം. എന്താണ് ഇതിന് കാരണം? പന്തിൻ്റെ ചലനത്തെ എതിർക്കുന്ന ഘർഷണബലമാണ് ഇതിന് കാരണം. ഘർഷണബലം നിലനിൽക്കുന്നില്ല എന്ന് സങ്കല്പിച്ചാൽ തിരശ്ചീന പ്രതലത്തിലൂടെ ഈ പന്ത് സമപ്രവേഗത്തോടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്ന് ഗലീലിയോ കണ്ടെത്തി. ചരിഞ്ഞ പ്രതലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗലീലിയോയുടെ പരീക്ഷണത്തിൻ്റെ നിഗമനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇതാണ്. ചരിവ് തലത്തിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക്
ത്വരണവും. ചരിവ് തലത്തിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് മന്ദീകരണവും ഉണ്ടാകും. കൂടാതെ നിരപ്പായ ഒരു പ്രതലത്തിൽ ഇവക്ക് രണ്ടിനുമിടയിലുള്ള അവസ്ഥയും കാണിക്കുന്നു. അതായത് ഘർഷണബലമില്ലാത്ത തിരശ്ചീനമായ ഒരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിന് ത്വരണമോ മന്ദീകരണമോ സംഭവിക്കുന്നില്ല. പകരം ആ വസ്തു സ്ഥിരപ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു എന്നും ഗലീലിയോ അനുമാനിച്ചു. പിന്നീട് ഗലീലിയോ ജഡത്വ നിയമം, ദ ലോ ഓഫ് ഇനേർഷ്യ ആവിഷ്കരിക്കുകയും ചെയ്തു. എന്താണ് ജഡത്വ നിയമം? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന സഫല ബാഹ്യബലം 0 നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലും സമപ്രവേഗത്തിൽ ചലിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും തുടരുന്നു. വസ്തുക്കളുടെ ഈ അവസ്ഥയാണ് ജഡത്വം എന്ന് പറയുന്നത്. ജഡത്വം എന്നാൽ മാറ്റത്തിനുള്ള വിമുഖത എന്നാണ് അർത്ഥം. ബാഹ്യബലത്തിൻ്റെ പ്രേരണയില്ലെങ്കിൽ ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ സമചലനത്തിനോ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. ഗലീലിയോയുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കോളമാണ് ഇവിടെ ചേർക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിച്ച് നോട്ട് ചെയ്ത് വെക്കണം. ആപേക്ഷിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ട ഗലീലിയോയുടെ ബുക്കാണ് ദി ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം. പിന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹം തൻ്റെ സ്വന്തം ദൂരദർശിനിയിലൂടെ ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ച് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു. ചരിവുതലങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ജഡത്വത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തെ പറ്റിയാണ്. ഗലീലിയോയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂട്ടൺ ബലതന്ത്രത്തിലെ 3 അടിസ്ഥാന നിയമങ്ങൾക്ക് രൂപം നൽകി. ഇവ ന്യൂട്ടൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്നു. ഗലീലിയോയുടെ ജഡത്വ നിയമത്തെ ആധാരമാക്കി ന്യൂട്ടൺ തൻ്റെ ഒന്നാം ചലന നിയമം, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ രൂപീകരിച്ചു. എന്താണ് ഒന്നാം ചലന നിയമം? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. അതുപോലെ നേർരേഖയിലുള്ള സമചലനത്തിലുള്ള ഒരു വസ്തുവിൽ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ ആ വസ്തു അതിൻ്റെ നേർരേഖയിലുള്ള സമചലനത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം വ്യക്തമാക്കുന്നത്. ഒന്നാം ചലന നിയമം ബലം എന്ന ആശയത്തെയും ജഡത്വം എന്ന ആശയത്തെയും നിർവചിക്കുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചോദ്യം ചോദിക്കാം, ബലം, ജഡത്വം എന്നിവയെ നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ് എന്ന് ചോദിക്കാം. അപ്പം ഒന്നാം ചലന നിയമമാണ് ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നത്. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 ആ വസ്തുവിൻ്റെ ത്വരണം എത്രയായിരിക്കും? ത്വരണവും 0 അല്ലേ? വസ്തുവിൽ സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുവിന് ത്വരണം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ബലം? ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത് എന്നും മനസ്സിലാക്കി വെക്കുക. ഐസക് ന്യൂട്ടണുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശഗോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു.
പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവ വിശദീകരിക്കുന്നു. ഈ ഗ്രന്ഥം ഇന്നും ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അതുപോലെ തന്നെ കാൽക്കുലസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഐസക് ന്യൂട്ടൺ ആണ്. അതുപോലെ ആദ്യമായി റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചതും ഐസക് ന്യൂട്ടൺ ആണ് എന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജഡത്വത്തെ പറ്റിയാണ്. എന്താണ് ജഡത്വം, ചലന ജഡത്വത്തിനും നിശ്ചല ജഡത്വത്തിനുമുള്ള ഉദാഹരണങ്ങൾ, ജഡത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നിവയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.